ഞാൻ ഇരുട്ടത്ത് വേല വയ്ക്കുന്ന ആളല്ല, പരസ്യമായിട്ട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്തപ്പോൾ നമ്മളെ പുറംകാലം കൊണ്ടടിക്കുക. ഒരടി അടിച്ചു, രണ്ടടി അടിച്ചു. ഇതെല്ലാം കണ്ടിട്ട് പിന്നെയും കാലേ കിടന്ന് തൂങ്ങാൻ അത്ര നാണം കെട്ടവനാണോ ഗണേഷ് കുമാർ? അല്ല. ജനറൽ സെക്രട്ടറിയായിട്ട് അവിടെ ഇരുന്നോട്ടെ, ഇരിക്കുമ്പോൾ ഇറക്കി വിടാൻ പറ്റുന്ന ആരാണെന്ന് എല്ലാവരും ചോദിക്കണം. എന്താ ഇറക്കാൻ പറ്റത്തില്ലയോ? ഇറക്കാൻ പറ്റും. ഈ ഒരു കരയോഗത്തിലെ ആളുകൾ വിചാരിച്ചാൽ, ഈ കരയോഗത്തിലുള്ള 100-200 ആളുകൾ വിചാരിച്ചാൽ അവർ നന്മ ആഗ്രഹിച്ചാൽ ഇറക്കി വിടാം. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഒരാൾ വാ തുറന്നാൽ അതിന് മറുപടി പറയാൻ അറിയാത്തവൻ രാഷ്ട്രീയത്തിൽ വരരുത്. മനസ്സിലായി? ഞാനൊരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറെ ജനറൽ സെക്രട്ടറി കസേര ഒന്നും ഒരു പ്രശ്നമില്ല. എനിക്കിതൊന്നും വേണ്ട. എനിക്കൊരു കരയോഗം അങ്ങോട്ടിരുന്നാൽ മതി. ഒരു താലൂക്ക് യൂണിയൻ സെക്രട്ടറി 23 രൂപ ശമ്പളം വാങ്ങുന്നവൻ മകളെ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപയ്ക്ക് ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക നിങ്ങൾ. ഞാൻ ഏതായാലും NSS വിട്ടു പോകത്തില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, മന്നത്താചാര്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കി NSSനെ നശിപ്പിക്കാൻ ഞാൻ ഒരു തരത്തിലും ശ്രമിക്കത്തില്ല. NSSന് നാശം വരുന്ന കാര്യം അനുവദിക്കില്ല. പക്ഷേ ഈ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ പറ്റാത്തത് എന്താണ് എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാറ്റാൻ പറ്റുന്ന ഒരാളല്ല, ഒരു കൂട്ടം ആളുകളുണ്ട്. ആരാന്നറിയാം? ചങ്ങനാശ്ശേരിയിൽ ഇദ്ദേഹം കരയോഗത്തിൽ അംഗമായിരിക്കുന്ന ആ കരയോഗത്തിലെ അംഗങ്ങൾ അവർ വിചാരിച്ചാൽ മന്നത്താചാര്യൻ സൃഷ്ടിച്ച ഈ NSS എന്ന മഹാപ്രസ്ഥാനത്തെ ലോകത്ത് മുഴുവനുള്ള നായന്മാർ ആഗ്രഹിക്കുന്ന ഒരു മോചനം, ഈ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ കഴിയും. ഇദ്ദേഹത്തിനെ അവിടുത്തെ ഇലക്ട്രൽ മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ജനറൽ സെക്രട്ടറി സ്ഥാനം പോവും, ഡയറക്ടർ മെമ്പർ സ്ഥാനം പോവും, എല്ലാം പോവും. ആ കരയോഗക്കാർ ദയവ് ചെയ്ത് NSSനെ അവരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് NSSൻ്റെ രക്ഷ. അല്ല, ഞങ്ങളെല്ലാം കുമാരൻ നേരെ കൂടെയാണ് എന്ന് പറയുന്നതൊന്നും വിരോധമൊന്നുമില്ല. പിന്നെ എൻ്റെ ആര് പറഞ്ഞാലും പറയേണ്ട കാര്യം മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അദ്ദേഹത്തിനെ പലരും അതിശയിച്ചപ്പോൾ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ചെയ്തു തന്നെയാണ്, ചെയ്തു. അത് ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ കൂറ് പുലർത്തും എന്നുള്ള അന്തസ്സാണ്. ഞാൻ ഇരുട്ടത്ത് വേല വയ്ക്കുന്ന ആളല്ല, പരസ്യമായിട്ട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്തപ്പോൾ നമ്മളെ പുറംകാലം കൊണ്ടടിക്കുക. ഒരടി അടിച്ചു, രണ്ടടി അടിച്ചു. ഇതെല്ലാം കണ്ടിട്ട് പിന്നെയും കാലേ കിടന്ന് തൂങ്ങാൻ അത്ര നാണം കെട്ടവനാണോ ഗണേഷ് കുമാർ? അല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അല്ല, അതൊക്കെ നെറിയേട്ട പണിയല്ലേ? ഒരു ദിവസം രാത്രി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി വളരെ ബിസി ആയിരിക്കുമ്പോൾ അയാളെ താലൂക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് ആരും അറിയാതെ മാറ്റിയെന്ന് പറയുന്ന മര്യാദകേട്, അതൊരു ഗൂഢാലോചനയുണ്ട്. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുമായി ചേർന്ന് സുകുമാരൻ നേരെ ഗൂഢാലോചനയുണ്ട്. ഇല്ലെന്നങ്ങനെ പറയുന്നത് അത്രയ്ക്ക് മാന്യനൊന്നുമല്ല. ആര് പിടിച്ചെടുക്കാൻ പോകുന്നു? എനിക്ക് മന്നത്തിൻ്റെ സമാധി തുറന്നു കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, പുഷ്പാർച്ചന ചെയ്യാൻ വേണ്ടി. എനിക്കും എന്നെ പോലുള്ള സാധാരണക്കാരായ കരയോഗങ്ങളായ നായന്മാർക്കും അല്ലാത്തവർക്കും വിശ്വാസത്തോടെ ആചാര്യനെ വന്ദിക്കാനുള്ള അവസരം തുറന്നു തരണം. അത്രയും മാത്രമേ ഡിമാൻഡുള്ളൂ. ജനറൽ സെക്രട്ടറിയായിട്ട് അവിടെ ഇരുന്നോട്ടെ, ഇരിക്കുമ്പോൾ ഇറക്കി വിടാൻ പറ്റുന്ന ആരാണെന്ന് എല്ലാവരും ചോദിക്കണം. എന്താ ഇറക്കാൻ പറ്റത്തില്ലയോ? ഇറക്കാൻ പറ്റും. ഈ ഒരു കരയോഗത്തിലെ ആളുകൾ വിചാരിച്ചാൽ, ഈ കരയോഗത്തിലുള്ള 100-200 ആളുകൾ വിചാരിച്ചാൽ അവരൊരു നന്മ ആഗ്രഹിച്ചാൽ NSSൻ്റെ അവർ നന്മ ആഗ്രഹിച്ചാൽ ഇറക്കി വിടാം. ഞാനേ ഞാൻ എൻ്റെ വായും തുറക്കണ്ട. മകളെ പറ്റിയും മകനെ പറ്റിയൊക്കെ കുറേ സാധനങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. കൊച്ചുമക്കളെ പറ്റിയുണ്ട്. എന്നെ കൊണ്ടും തുറപ്പിക്കാതിരിക്കുന്നതാണ് പുള്ളിക്ക് നല്ലത്. എൻ്റെ എന്ന് പുള്ളി വാ തുറഞ്ഞാൽ അതിന് മറുപടി. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഒരാൾ വാ തുറന്നാൽ അതിന് മറുപടി പറയാൻ അറിയാത്തവൻ രാഷ്ട്രീയത്തിൽ വരരുത്. മനസ്സിലായി? ഞാനൊരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറെ ജനറൽ സെക്രട്ടറി കസേര ഒന്നും ഒരു പ്രശ്നമില്ല. എനിക്കിതൊന്നും വേണ്ട. എനിക്കൊരു കരയോഗം അങ്ങോട്ടിരുന്നാൽ മതി. ഒരു താലൂക്ക് യൂണിയൻ സെക്രട്ടറി 23 രൂപ ശമ്പളം വാങ്ങുന്നവൻ മകളെ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപയ്ക്ക് ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതൊക്കെ ഒന്ന് അന്വേഷിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, പത്തനാപുരം താലൂക്കിൽ കയറി കരയോഗങ്ങൾ പിരിച്ചുവിടുക ഇങ്ങനെയുള്ള വേലത്തരങ്ങളും കൊണ്ട് വന്നാൽ ഞാൻ ഇനിയും വാ തുറക്കേണ്ടി വരും. ഇനി തൽക്കാലം വാ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളത് പറഞ്ഞില്ല. നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ അവിടെ കിട്ട കാര്യം എന്നോട് ചോദിച്ചു, ഞാൻ അതിൻ്റെ ഉത്തരം പറയും. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് സുകുമാരൻ നേരെ പറയാൻ പോകുന്നത് എനിക്ക് സമയമില്ല. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് പണിയുള്ള ആളാണ്. ഇതിൻ്റെ പുറകെ അടക്കലല്ല എൻ്റെ പണി. പിന്നെ ജനങ്ങൾ നായർ സമുദായം സംഘടിച്ച് നടത്തുന്ന എല്ലാ ഒറ്റക്കെട്ടായിട്ട് വേണം. ഒറ്റ തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾക്കൊന്നും ഞാനില്ല. എല്ലാവരും ജനകീയമായി മുന്നേറുമ്പോൾ ഞാനും നിങ്ങളിൽ ഒരാളായി കൂടെ ഉണ്ടാവും. അതൊക്കെ പാവങ്ങൾ പേടിക്കും. ഒരു കാര്യം നായർ സമുദായങ്ങളോട് പറയുകയാണ്, ഈ കോളേജുകളിൽ കിട്ടുന്ന ഒരു അഡ്മിഷനോ കരയോഗം പ്രസിഡന്റ് ആയിരിക്കാനുള്ള ഒരു അവസരമോ സെക്രട്ടറി ആയിരിക്കാനുള്ള അവസരമോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ജോലിയോ സ്കൂളിൽ ഒരു ജോലിയോ കിട്ടുന്നത് സുകുമാരൻ നായരുടെ ഔദാര്യമല്ല, മന്നത്താചാര്യൻ നിങ്ങൾക്ക് കരുതി വെച്ച അവകാശമാണ് എന്നെല്ലാ നായരും മനസ്സിലാക്കുക. മന്നത്താചാര്യൻ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച അവകാശമാണ്, അല്ല ഒരാളുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് അത് ഔദാര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ജനകീയമായിട്ടാണ്, മാസ്സായിട്ടാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, പ്രസ്താവനകളിലൂടെയല്ല, ഒന്നുമല്ല. വളരെ വ്യക്തതയോടെ ഞാൻ പറയുകയാണ്, നായർ നിരാശരായി കുരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നായർ എന്നും പോരാളികളാണ്.
നായർ ഈ നീതിക്ക് വേണ്ടി പോരാടണം എന്ന് മാത്രമേ എന്നുള്ളൂ. എന്നെ വിട്ടേക്ക്, കാരണം ഞാനൊരു പാവപ്പെട്ട, എനിക്കിതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നതാണ്. എനിക്ക് രാവിലെ എണീച്ച രാത്രി വരെയും നല്ല ജോലിയുണ്ട്, നല്ല ജോലി തിരക്കാണ്, ചുമ്മാ ഇരിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടെങ്കിലും ഇരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നോട്ട്. പക്ഷേ ഇറക്കി വിടാനുള്ള മാർഗ്ഗം എന്തോന്ന് പലരും ചോദിക്കുമ്പോൾ ഞാൻ മാധ്യമങ്ങളിലൂടെ ഇത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് അറിഞ്ഞൂടെ എന്താ ഇറക്കി വിടാൻ പറ്റാത്ത, എന്താ ഇറക്കി വിടാൻ പറ്റാത്തൊന്നും ഈ ഒരൊറ്റ കരയോഗം വിചാരിച്ചാൽ ഇറക്കി വിടാം. അതിനകത്ത് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് കഴിഞ്ഞുകൂടാം എന്ന് വിചാരിക്കുന്ന ആ ഒരു നായർ, എനിക്ക് കിട്ടിയത് പോയാലും ഒരു കുഴപ്പമില്ല, എൻ്റെ പ്രസ്ഥാനം നിലനിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. എല്ലാ വിപ്ലവവും തുടങ്ങുന്ന ചെറിയ തോതിലാണ്. ഈ വിപ്ലവം അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഏതായാലും ഇതിനകത്ത് നേതൃത്വം എടുക്കാനും യുദ്ധം ചെയ്യാനൊന്നും വരുന്നില്ല. ഞാൻ എൻ്റെ ഉള്ള കാര്യം പറയും. ഇനി വാ തുറന്നു, കുഴപ്പമില്ല, എൻ്റെ വായിൽ വേറെ ഉണ്ട്. മകൻ്റെ കാര്യമുണ്ട്, മകളുടെ കാര്യമുണ്ട്, കൊച്ചുമക്കളുടെ കാര്യമുണ്ട്. ഇതെല്ലാം എണ്ണി വെച്ച് വിത്ത് റെക്കോർഡുണ്ട്. ധനലക്ഷ്മി ബാങ്കിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം വരും വെളിയിലോട്ട്. വെറുതെ വന്ന് ഈ പത്തനാപുരം താലൂക്കിൽ വന്ന് ശല്യം ചെയ്യാതെയും പത്തനാപുരം താലൂക്കിലെ കരയോഗക്കാരെ ശല്യം ചെയ്യാതെയൊക്കെ ഇരിക്കുക. എന്നെ പേടിപ്പിക്കാനും ശ്രമിക്കണ്ട, എനിക്ക് പേടിയില്ല. അതങ്ങ് കൈവച്ചിരുന്നാൽ മതി. NSSനൊരു ആചാര്യനുള്ളത് മന്നത്തെ ആചാര്യനാണ്. മറ്റതൊക്കെ അതിന് പുറകെ വന്ന കഥ തുറക്കാൻ തന്നവരും കാപ്പ് കഴിച്ചു കൊടുക്കാൻ തന്നവരും ഒക്കെ. അതുകൊണ്ട് എനിക്ക് പിന്നെന്താ, അതിപ്പോൾ അതിനേക്കാളും പാരമ്പര്യമുള്ള ആളുകൾ NSS ജോലി ചെയ്ത അധ്യാപകരല്ലേ, പ്രിൻസിപ്പൽമാരല്ലേ, കോളേജ് ലെക്ചർമാരല്ലേ. അതുകൊണ്ട് 50 വർഷത്തെ 64 വർഷം ബാലകൃഷ്ണമുള്ള NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് അല്ലായിരുന്നു. അത്രയും പാരമ്പര്യം എന്തായാലും ഇല്ലല്ലോ. കിടങ്ങൂർ ഗോപാലകൃഷ്ണമുള്ള സാറ് വരുന്നവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുക, അദ്ദേഹം പോകുന്നവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുക. ഇതൊക്കെ അറിയുന്നവരും കണ്ടവരുമാണ് കേരളത്തിലെ നായന്മാർ. ഇനി പറയുന്നു വേണ്ട, നിങ്ങൾ മാധ്യമപ്രവർത്തകർ വെറുതെ മുതിർന്ന NSSൻ്റെ വ്യക്തികളോട് നിങ്ങൾ ചോദിക്കും. ഞാൻ പാവപ്പെട്ടവനാണ്, ചെറുപ്പക്കാരനാണ്, എനിക്ക് അത്രയും ഒന്നുമില്ല. ഞാൻ കാണുമ്പം പണിക്കർ സാറിനെ തടവിലിട്ടേക്കുന്നേ കണ്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് ധനലക്ഷ്മി ബാങ്കിൻ്റെ കാര്യത്തിൽ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഉറപ്പ് വാങ്ങിച്ചു കൊടുത്ത ആൾ ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. ആരാന്ന് ഞാൻ പറയത്തില്ല, എന്തിനാ പോയെന്നും ആലോചിച്ച് കണ്ടുപിടിച്ചു. ധനലക്ഷ്മി ബാങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആൾ ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. ഒരു കേസിൽ, ഒരു വളരെ പ്രധാനപ്പെട്ട കേസിൽ. സ്ഥാനത്തിരിക്കുമ്പോഴേ മനസ്സിലാക്കാൻ നോക്കൂ. സ്ഥാനത്തിരുന്നപ്പോൾ 1-2 ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് പിന്നെ വയ്ക്കാത്തത്. മനസ്സിലായില്ലേ? ചോദ്യം ചോദിക്കാൻ പാടില്ല. ഡയറക്ടർ ബോർഡ് കൂടിയാൽ ആരും മിണ്ടാൻ പാടില്ല. പരിപൂർണ്ണ നിശബ്ദത. മരണ വീട്ടിൽ പോലും ഇത്രയും നിശബ്ദതയില്ല. പോരാട്ടമൊക്കെ നടക്കും. അതൊക്കെ ഞാനല്ല തുടരുന്നത്. സാധാരണക്കാരായ നായർ സമുദായങ്ങൾ ലോകമെമ്പാടും ഈ പോരാട്ടം തുടരും. അവരിൽ ഒരാളായി ഞാനും ഉണ്ടാവും. അല്ല, ഞാൻ മുമ്പിലൊന്നും ഉണ്ടാകും. വരട്ടെ. അവസാനിക്കുന്നത് ഇതിന് നല്ലൊരു തീർപ്പ് മന്നത്തെ ആചാര്യൻ്റെ ആത്മാവ് ഉണ്ടാക്കും, ദൈവം തമ്പുരാൻ ഉണ്ടാക്കും. അപ്പോൾ ഈ യുദ്ധം നടത്തുന്നത് ഞാനല്ല, വേറെ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭിന്നിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം ഒന്നിച്ചു വരണം. അവരെല്ലാം ഒന്നിച്ചു വന്നുകൊണ്ട് നേരിടണം. അവരിൽ ഒരാളായി ഞാനും ഉണ്ടാവും. അല്ലാതെ ഞാൻ ഈ യുദ്ധത്തിനും അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്, ഞാൻ ആരുടെയും പിന്തുണ പ്രതീക്ഷിച്ചിട്ടല്ലോ. ഞാൻ UDF നിന്ന് ഇറങ്ങിയത് ഇബ്രാഹിം കുഞ്ഞിനെ അഴിമതി ചൂണ്ടിക്കാണിച്ച് UDF നിന്ന് ഇറങ്ങിയത് പിന്തുണ ആരുടെയും പ്രതീക്ഷിച്ചിട്ടാണ്. LDP കയറാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ MLA ആവാന്ന് പറഞ്ഞിട്ടാണോ? അല്ല, നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ പറയും. എന്നെപ്പറ്റി എന്ത് അനാവശ്യം പറഞ്ഞ് പ്രചരിപ്പിച്ചാലും എനിക്കൊന്നുമില്ല. ചില കാര്യങ്ങൾ കണ്ടാൽ അത് കുഴപ്പമെന്ന് പറയും. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞാൻ തെറ്റെന്ന് പറയും. അവരെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും നമുക്കറിയേണ്ടത്. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടും. ബദൽ സംഘടന ഉണ്ടാവില്ല. ബദൽ സംഘടന ഉണ്ടാക്കാൻ പാടില്ല. ഒരു ബദൽ സംഘടനയോട് സഹകരിക്കാനും പാടില്ല. ഒരു നായരും NSS തന്നെ നിൽക്കണം. കരയോ അങ്ങനത്തെ വെടിയരുത്. കരയോ അങ്ങനത്തെ തന്നെ നിൽക്കണം. ഒരാളും പുറത്തു പോരുത്. ഒരാളും NSSനെതിരെ നിൽക്കരുത്.